ഏവർക്കും നമസ്കാരം. മാസ്റ്റർ കീ അക്കാഡമിയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ എക്കണോമിക്സിന്റെ ക്ലാസ്സിലേക്ക് എല്ലാ കാൻഡിഡേറ്റിനെയും സ്വാഗതം ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ മൈക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഇങ്ങനെ പഠിച്ചു വരികയാണ്. അപ്പോൾ അതിൽ നമ്മൾ യൂട്ടിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യം, കൺസ്യൂമർ ബിഹേവിയറിൽ യൂട്ടിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. പിന്നെ അതിൽ ഒരു റിവീൽഡ് പ്രിഫറൻസ് തിയറി എന്ന് പറഞ്ഞ ആശയം പഠിക്കാനുണ്ട്. അപ്പോൾ അത് ഡിമാൻഡ് പഠിച്ചതിന് ശേഷം നമുക്ക് പഠിപ്പിക്കാം എന്ന രീതിക്കാണ്. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്ത് എന്താണ് ഡിമാൻഡ് ഡിറ്റർമിനൻസ് ഒക്കെ എന്തൊക്കെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ലോ ഓഫ് ഡിമാൻഡ്. എക്കണോമിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആശയമാണ് ലോ ഓഫ് ഡിമാൻഡ്, ഡിമാൻഡിനെ സംബന്ധിക്കുന്ന ലോ. ക്ലിയർ? അപ്പോൾ നമ്മൾ ഡിമാൻഡ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നും നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. ഇനി അപ്പോൾ അതിൽ ഫാക്ടേഴ്സ് നിങ്ങൾക്ക് അറിയാം. എന്തൊക്കെയാണ് ഡിമാൻഡ് ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതൊക്കെ പറയും? പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി പറയും, കൺസ്യൂമറിന്റെ ഇൻകം പറയും, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് ദ കൺസ്യൂമർ എന്ന് പറയാം, ശരിയല്ലേ? പിന്നെ ക്വാളിറ്റി പറയാം, ക്വാണ്ടിറ്റി പറയാം, പിന്നെ വെതർ കണ്ടീഷൻ പറയാം, റിലേറ്റഡ് ഗുഡ്സിന്റെ, അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെയും കോംപ്ലിമെന്ററി ഗുഡ്സിന്റെയും പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചുകൾ പറയാം. ശരിയാണോ? അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം നമ്മൾ എത്തിയിരിക്കുക ലോ ഓഫ് ഡിമാൻഡ് എന്താണ്. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് എന്താണെന്ന് ചോദിച്ചാൽ ഡിമാൻഡിനെ സംബന്ധിക്കുന്ന ഒരു നിയമമാണ്. ക്ലിയർ ആണോ? ഈ ലോ ഓഫ് ഡിമാൻഡ് എന്ന ആശയം ആദ്യമായി പറഞ്ഞത് ആൽഫ്രഡ് മാർഷലാണ്. അല്ലെങ്കിൽ ലോ ഓഫ് ഡിമാൻഡ് എന്ന ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആള് ആരെന്ന് ചോദിച്ചാൽ ആൽഫ്രഡ് മാർഷലാണ്. ക്ലിയർ ആണോ? പിന്നെ അതിനുശേഷം റിവീൽഡ് പ്രിഫറൻസ് തിയറിയിൽ സാമുവൽസൺ പറയുന്ന ഒരു ലോ ഓഫ് ഡിമാൻഡും ഉണ്ട്. നമ്മൾ അത് അവിടെ ഡിസ്കസ് ചെയ്യും. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് ആയിട്ട് ഡിമാൻഡിനെ സംബന്ധിക്കുന്ന ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയും. ഈ ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആള് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽഫ്രഡ് മാർഷലാണ്. പറഞ്ഞ ആരാണ് ലോ ഓഫ് ഡിമാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ആൽഫ്രഡ് മാർഷൽ. ക്ലിയർ? ആൽഫ്രഡ് മാർഷലിന്റെ വർക്ക് ഏതാ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതായിരുന്നു? പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. ഏത് വർഷം പബ്ലിഷ് ചെയ്തു? 1890 പബ്ലിഷ് ചെയ്തു. ക്ലിയർ ആണോ? അപ്പോൾ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, ഇൻകം ഓഫ് ദി കൺസ്യൂമർ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് ദ കൺസ്യൂമർ, പ്രൈസസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ക്വാളിറ്റി പറയാം, വെതർ പറയാം. ഇങ്ങനെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് വിൽ ഡിറ്റർമിൻ ദ ഡിമാൻഡ് ഫോർ എ പെർട്ടിക്കുലർ കമ്മോഡിറ്റി. ഇവിടെ ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ ആ ഡിറ്റർമിനൻസ് പ്രധാനമായിട്ടും പ്രൈസ് ഉൾപ്പെടെയുള്ള ഒത്തിരി ഡിറ്റർമിനൻസ് ഉണ്ട്. ലോ ഓഫ് ഡിമാൻഡ് ഇവിടെ പറയുക എന്ന് പറഞ്ഞാൽ ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അതായത് ഒത്തിരി ഫാക്ടേഴ്സ് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത് പ്രൈസ് എങ്ങനെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യും. മനസ്സിലായോ? ആൽഫ്രഡ് മാർഷൽ ലോ ഓഫ് ഡിമാൻഡിലൂടെ പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? പ്രൈസ് എങ്ങനെയാണ് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നത്, പ്രൈസ് എങ്ങനെയാണ് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? പ്രൈസ് എങ്ങനെയാണ് ഡിമാൻഡുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതാണ് ലോ ഓഫ് ഡിമാൻഡിനെ കുറിച്ച് ആര് പറയാൻ ശ്രമിക്കുക? ആൽഫ്രഡ് മാർഷൽ പറയാൻ ശ്രമിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഡിമാൻഡും പ്രൈസും, അല്ലെങ്കിൽ പ്രൈസ് എങ്ങനെയാണ് ഡിമാൻഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക? നമുക്കറിയാം, പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കൂടും, പ്രൈസ് കൂടിയാലോ ഡിമാൻഡ് കുറയും. മനസ്സിലായോ? ഇത്രയും കൂടെ ആൽഫ്രഡ് മാർഷൽ പറയുന്നുണ്ട്. എങ്ങനെയെങ്കിൽ അതർ തിങ്സ് ആർ ഈക്വൽ, അല്ലെങ്കിൽ അതർ തിങ്സ് ബീങ് ഈക്വൽ. മനസ്സിലായോ? അല്ലെങ്കിൽ അതർ തിങ്സ് റിമെയിൻസ് കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിച്ച വേർഡാണ് സെറ്റിറസ് പാരിബസ്. പറഞ്ഞേ, എന്താണ് സെറ്റിറസ് പാരിബസ്? കണ്ടോ, എന്താ പറയണേ? സെറ്റിറസ് പാരിബസ്. പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ആ റിലേഷൻ, പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കൂടും,
പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കുറയും. ആ റിലേഷനാണ് ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത്. എങ്ങനെയെങ്കിൽ അതർ തിങ്സ് ആർ റിമൈൻസ് കോൺസ്റ്റന്റ്. പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻ മാത്രം പരിഗണിക്കും. അതർ തിങ്സ് മീൻസ് വാട്ട്? ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ അതർ ഫാക്ടേഴ്സ് ഏതൊഴിച്ചിട്ട്? പ്രൈസ് ഒഴിച്ചിട്ട്. പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻ ആണ് ലോ ഓഫ് ഡിമാൻഡ് പറയുക. അപ്പൊ പ്രൈസ് ഒഴിച്ചിട്ട് അതർ ഫാക്ടേഴ്സ് ഏതൊക്കെ? പ്രൈസസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ഇൻകം ഓഫ് ദി കൺസ്യൂമർ, ദെൻ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് ദി കൺസ്യൂമർ, ക്വാളിറ്റി, ക്വാണ്ടിറ്റി, ഈ കാര്യങ്ങളൊക്കെ ആർ റിമെയിൻസ് ഈക്വൽ, അല്ലെങ്കിൽ ആർ റിമെയിൻസ് കോൺസ്റ്റന്റ്. അതിലൊന്നും ഒരു മാറ്റവും ഇല്ല എങ്കിൽ, അതായത് സപ്പോസ് ഇൻകം പരിഗണിച്ചാൽ എന്റെ ഇൻകം 100 രൂപയായിരുന്നാൽ അത് ഇപ്പോഴും എപ്പോഴും 100 രൂപയായിരിക്കും. എന്ത് മാത്രം മാറും? പ്രൈസ് മാറിയാൽ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഓറഞ്ച് മേടിക്കുന്നു. ഓറഞ്ചിന് 1 കിലോയ്ക്ക് 100 രൂപയാണ്. എന്റെ വരുമാനം സപ്പോസ് പെർ ഡേ 100 റുപ്പീസ് ആണ്. അപ്പോൾ ഞാൻ ഹാഫ് kg മേടിക്കുമായിരുന്നു, 1/2 കിലോ 50 രൂപ കൊടുത്ത് മേടിക്കുമായിരുന്നു. മനസ്സിലായോ? പെട്ടെന്ന് അതിന്റെ പ്രൈസ് കുറഞ്ഞു. 1 കിലോ 100-ൽ നിന്നും സപ്പോസ് ഒരു 80 രൂപയായിട്ട് കുറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ എന്ത് ചെയ്യും? ഹാഫ് kg മേടിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഞാൻ എന്ത് ചെയ്യും? ഒരു 750 ഗ്രാമെങ്കിലും സാർ മേടിക്കാൻ ശ്രമിക്കാം. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി കൂടാം, പക്ഷേ മൈ ഇൻകം ലെവൽ ഈസ് കോൺസ്റ്റന്റ്. 100 രൂപയായിരുന്നു നേരത്തെ ഇൻകം എങ്കിൽ ഇപ്പോഴും 100 രൂപ തന്നെ. മനസ്സിലായോ? അപ്പോ അങ്ങനെ അതർ തിങ്സ് ആർ ബീങ് ഈക്വൽ, അല്ലെങ്കിൽ അതർ തിങ്സ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇതിനെ പറയുന്ന ആൽഫ്രഡ് മാർഷൽ യൂസ് ചെയ്ത മറ്റൊരു ടേമാണ് സെറ്റിറസ് പാരിബസ്. എന്താ സെറ്റിറസ് പാരിബസ്? അതർ തിങ്സ് റിമെയിൻസ് കോൺസ്റ്റന്റ്. എന്താ അതർ തിങ്സ് റിമെയിൻസ് കോൺസ്റ്റന്റ്? ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സിൽ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷനാണ് ലോ ഓഫ് ഡിമാൻഡ് പറയുക. അതർ ഫാക്ടേഴ്സ്, ഇൻകം ഓഫ് ദ കൺസ്യൂമേഴ്സ് റിമെയിൻസ് കോൺസ്റ്റന്റ്, പ്രൈസസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ക്ലിയർ ആണോ? ദെൻ quality, quantity, weather, taste and preferences of the consumer are remains constant. അപ്പൊ അങ്ങനെ ആയിരുന്നാൽ എന്താ പറയണേ? when the prices of a good increase, the quantity demand എന്തായിരിക്കും? prices of a good increase, quantity demand എന്തായിരിക്കും? decrease. and when the price decrease, പറഞ്ഞേ, quantity demand increase ചെയ്യും. ഇതാണ് ലോ ഓഫ് ഡിമാൻഡ്. മറക്കണ്ട. എന്താണ് അസംഷൻ? സെറ്റിറസ് പാരിബസ്. എന്താ സെറ്റിറസ് പാരിബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതർ തിങ്സ് റിമെയിൻസ് കോൺസ്റ്റന്റ്. എന്താ അതർ തിങ്സ് റിമെയിൻസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ? ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇവിടെ ലോ ഓഫ് ഡിമാൻഡ് പറയുക പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. അതർ ഫാക്ടേഴ്സ്, ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന അതർ ഫാക്ടേഴ്സ് റിമെയിൻസ് കോൺസ്റ്റന്റ് എന്നാണ് പറയാൻ വേണ്ടി അല്ലെങ്കിൽ പറയുന്നത്. അങ്ങനെ ആയിരിക്കുമ്പോൾ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് എവിടെ നമ്മൾ പരിഗണിക്കപ്പെടുക? ലോ ഓഫ് ഡിമാൻഡിൽ പരിഗണിക്കപ്പെടുക. ലോ ഓഫ് ഡിമാൻഡിൽ പരിഗണിക്കപ്പെടുക. മനസ്സിലാവുന്നുണ്ടോ? ശരി, ഈ ലോ ഓഫ് ഡിമാൻഡിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഒന്ന്, ഞാൻ പറഞ്ഞു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. ആരൊക്കെ തമ്മിലാണ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്? പ്രൈസും ഡിമാൻഡും. നമ്മൾ സാധാരണ നേരത്തെ പഠിച്ചതാണ്. ഒരു നോർമൽ ഗുഡിന്റെ കാര്യത്തിൽ പ്രൈസും ഡിമാൻഡും തമ്മിൽ എന്താണ്? ഇൻവേഴ്സ് റിലേഷൻ. എന്താ നോർമൽ ഗുഡ്? ഒരു സാധാ ഗുഡ്. നോർമൽ ഗുഡിന്റെ കാര്യത്തിൽ എന്താണ്? പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കൂടും. റിലേഷൻഷിപ്പ് നോക്കിയേ, ഒന്ന് കൂടി ഒന്ന് കുറഞ്ഞു. ഏത് റിലേഷൻഷിപ്പാ? ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. ദെൻ വളരെ പ്രധാനപ്പെട്ടത് ലോ ഓഫ് ഡിമാൻഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അസംഷൻ സെറ്റിറസ് പാരിബസ് കണ്ടീഷൻ. എന്താ സെറ്റിറസ് പാരിബസ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ ലോ ഹോൾഡ് ട്രൂ ഓൺലി ഫോർ അതർ ഫാക്ടേഴ്സ്, ദാറ്റ് ഈസ് ഇൻകം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, പ്രൈസസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. റിലേറ്റഡ് ഗുഡ്സ് ഏതൊക്കെ? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ പ്രൈസ്, കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ പ്രൈസ്, ഇതൊക്കെ റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് പറയുന്നതാണ് സെറ്റിറസ് പാരിബസ്. വെരി ഇമ്പോർട്ടന്റ് അസംഷൻ, പരീക്ഷയ്ക്ക് ചോദിക്കാം. പിന്നെ ഞാൻ പറഞ്ഞു പ്രൈസും ഡിമാൻഡും തമ്മിൽ ഏത് റിലേഷൻഷിപ്പ് എന്നാ സാർ പറഞ്ഞേ? ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. ശരിയാണല്ലോ? പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കൂടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിമാൻഡ് കർവ് എന്തായിരിക്കും? നമ്മൾ ഒത്തിരി വട്ടം പഠിച്ചു. എന്തായിരിക്കും? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആയിരിക്കും. ശരിയാണോ? എന്താ ലോ ഓഫ് ഡിമാൻഡ് പറയണേ? പ്രൈസ് ഓഫ് എനി പ്രോഡക്റ്റ് ഇൻക്രീസസ്,
ഡിമാൻഡ് വിൽ ഫോൾ. ഇനി പ്രൈസ് ഡിക്രീസസ്, ഡിമാൻഡ് വിൽ ഇൻക്രീസ്. സംശയമുണ്ടോ? ഇല്ല. ഇനി ഞാൻ പറഞ്ഞു ഡിമാൻഡ് കർവ് എന്തായിരിക്കും? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. കാരണം നോക്കൂ, എക്സ് ആക്സിസ് കാണിക്കുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ്, വൈ ആക്സിസ് കാണിക്കുന്നത് എന്താണ്? പ്രൈസ് ആണ്. ശരിയാണോ? വൈ ആക്സിസ് കാണിക്കുന്നത് എന്താണ്? പ്രൈസ് ആണ്. ഒരു സെക്കൻഡേ, വൈ ആക്സിസ് നോക്കിയേ, വൈ ആക്സിസ് കാണിക്കുന്നത് എന്താണ്? എക്സ് ആക്സിസ് കാണിക്കുന്ന ഒരു സെക്കൻഡ് ശരി, എക്സ് ആക്സിസ് കാണിക്കുന്നത് എന്താണ്? ക്വാണ്ടിറ്റി ഡിമാൻഡ്. വൈ ആക്സിസ് കാണിക്കുന്ന പ്രൈസ് ആണ്. നോക്കൂ, പ്രൈസ് 0.90 എന്ന് 120 ആയിട്ട് കൂടി. പ്രൈസ് കൂടിയാൽ എന്ത് ചെയ്യും? ഡിമാൻഡ് കുറയും. നോക്കൂ, 0.90 ആയിരുന്നപ്പോഴത്തേക്കും എന്തായിരുന്നു? ക്വാണ്ടിറ്റി 55 ആയിരുന്നു. ദെൻ 1.20 ആയിട്ട് പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് 55 നിന്ന് 40 ആയിട്ട് കുറയുന്നു. ഇനി പ്രൈസ് 0.9 നിന്ന് 0.7 ആയിട്ട് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് 55 നിന്ന് 75 ആയിട്ട് കൂടുന്നു. നോക്കൂ, ഡിമാൻഡ് എന്താണ്? ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു ഡിമാൻഡ് കർവ് എന്താണ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ്. അതിലും സംശയം ഇല്ല. ഇനി ഈ ലോ ഓഫ് ഡിമാൻഡ് കുറച്ച് ഗുഡ്സിന്റെ കാര്യത്തിലും കുറച്ച് സിറ്റുവേഷൻസിന്റെ കാര്യത്തിലൊക്കെ എന്താണ്? ഒരു എക്സംഷൻസ് ഉണ്ട്. ആ എക്സംഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്ത് എന്ത് ചെയ്യാൻ പോണേ? ഡിസ്കസ് ചെയ്യാൻ പോണേ. ലോ ഓഫ് ഡിമാൻഡിന്റെ എക്സംഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ? അടുത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കാം, ഒരു സെക്കൻഡേ. ഓക്കെ, ലോ ഓഫ് ഡിമാൻഡിന്റെ കുറച്ച് എക്സംഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്ന്, ഗിഫൻ ഗുഡ്സിന്റെ കാര്യത്തിൽ ഈ ലോ ഓഫ് ഡിമാൻഡ് വർക്ക് ചെയ്യില്ല. എന്താണ് ഗിഫൻ ഗുഡ്സ് എന്ന് നമ്മൾ പറയും, ഇതിൽ തന്നെ, ഈ ക്ലാസ്സിൽ തന്നെ പറയും. വെബ്ലൻ ഗുഡ്സിന്റെ കാര്യത്തിൽ വർക്ക് ചെയ്യില്ല. പിന്നെ ഫ്യൂച്ചർ പ്രൈസ് ചേഞ്ചസ്, ഫോർ എക്സാമ്പിൾ നമ്മൾ വിചാരിക്കും എന്താണ്? പ്രൈസ് ഭാവിയിൽ കുറയും. ഇപ്പോ 100 നിന്ന് ഓറഞ്ച് പ്രൈസ്, നേരത്തെ സാർ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം ഓറഞ്ചിന് 100 രൂപയായിരുന്നു, 80 ആയിട്ട് കുറഞ്ഞു. ഇനിയും പ്രൈസ് കുറയുമെന്ന് വെച്ചിട്ട് നമ്മൾ അപ്പോൾ വാങ്ങാതിരിക്കില്ല, പിന്നെ വാങ്ങാന്ന് അങ്ങനെ വെക്കത്തില്ല. മനസ്സിലായോ? അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല. ഇനി കൂടുമെന്ന് വെച്ചിട്ട് കുറയ്ക്കുകയും ഇല്ല. ഇഗ്നോറൻസ് എന്ന് പറയുന്ന ആശയങ്ങളൊന്നുമില്ല. എമർജൻസീസ് ഒന്നും വർക്ക് ചെയ്യില്ല. ഫാഷൻ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, അതർ തിങ്സ് റിമെയിൻസ് കോൺസ്റ്റന്റ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അവിടെയൊന്നും ലോ ഓഫ് ഡിമാൻഡ് വർക്ക് ചെയ്യില്ല. പിന്നെ കോൺഷിപ്പിഷ്യസ് നെസസിറ്റീസ്, വെബ്ലൻ ഗുഡ്സിന്റെ അല്ലെങ്കിൽ വെബ്ലൻ പറഞ്ഞ മറ്റൊരു ആശയമാണ്. എന്താണ് ഈ കോൺഷിപ്പിഷ്യസ് നെസസിറ്റീസ് എന്ന് പറഞ്ഞ ഒരു ആശയം? മനസ്സിലായി? അത് നമ്മൾ എന്താണെന്ന് പറയാം. ദെൻ ബാൻഡ് വാഗൺ എഫക്ട്, അതും കുറച്ച് പറയാനുണ്ട്, അതും നമ്മൾ പറയാം. ഈ കാര്യങ്ങളുടെ വഴിക്കൊന്നും തന്നെ എന്ത് ചെയ്യില്ല? ലോ ഓഫ് ഡിമാൻഡ് വർക്ക് ചെയ്യില്ല. ഇപ്പൊ ഗിഫൻ ഗുഡ്സ്, വെബ്ലൻ ഗുഡ്സ്, പിന്നെ ഫ്യൂച്ചർ പ്രൈസ് ചേഞ്ച്, ഇഗ്നോറൻസ്, എമർജൻസി, ചേഞ്ച് ഇൻ ഫാഷൻ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എക്സെട്ര, കോൺസ്പിഷ്യസ് നെസസിറ്റീസ്, ബാൻഡ് വാഗൺ എഫക്ട്, ഇതൊന്നും തന്നെ എന്ത് ചെയ്യില്ല? ലോ ഓഫ് ഡിമാൻഡുമായിട്ട് ഒരു ബന്ധമില്ല. ലോ ഓഫ് ഡിമാൻഡ് പറയുക പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. when other things are remains constant, അഥവാ ceteris paribus. ക്ലിയർ? വളരെ ഇമ്പോർട്ടന്റ് ആണ് ceteris paribus, മറക്കണ്ട. ഇനി അപ്പൊ ഞാൻ സാർ ആദ്യമേ പറഞ്ഞു, ഗിഫൻ ഗുഡ്സിന്റെ കാര്യത്തിൽ എന്തില്ല? ലോ ഓഫ് ഡിമാൻഡ് എന്താണ്? ഒഴിവാക്കിയിട്ടുണ്ട്. ലോ ഓഫ് ഡിമാൻഡ് അത് നമ്മളവിടെ ഗിഫൻ ഗുഡ്സിന്റെ കാര്യത്തിൽ നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഗിഫൻ ഗുഡ്സ്? ഇപ്പൊ ഗിഫൻ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ are special category of good that violate law of demand. ഡിമാൻഡ് ഗുഡ്സ് എന്ന് ഗിഫൻ ഗുഡ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈസ് കൂടിയാൽ ഡിമാൻഡും കൂടും. അപ്പോൾ ഗിഫൻ ഗുഡ്സ് എന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഗുഡ് ആണ്. ഇതൊരു ഇൻഫീരിയർ ഗുഡ് ആണ്. ഈ ഗുഡിന്റെ പ്രത്യേകത എന്താ പറയണേ? പ്രൈസ് കൂടിയാൽ ഡിമാൻഡും കൂടും. എന്താ ലോ ഓഫ് ഡിമാൻഡ് പറഞ്ഞേ? പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കൂടും. പക്ഷെ ഗിഫൻ ഗുഡ്സിന്റെ കാര്യത്തിൽ എന്താ പറഞ്ഞേ? പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കൂടും, പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കുറയും. പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കുറയും. ക്ലിയർ ആണോ? അപ്പോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല, കണ്ടന്റ് മനസ്സിലായി. ഗിഫൻ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കൂടുകയും പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കുറയുകയും ചെയ്യും. ലോ ഓഫ് ഡിമാൻഡ് എന്താ പറയണേ? പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കൂടും. ഇവിടെ തിരിച്ചു പറയുന്നു. തിരിച്ച് മീൻസ്
അവിടെ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്, എന്നാൽ ഗിഫൻ ഗുഡ്സിന്റെ കാര്യത്തിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. ക്ലിയർ ആണോ? അപ്പൊ അത് എക്സംപ്റ്റഡ് ആണ്. ക്ലിയർ? ഗിഫൻ ഗുഡ്സിന്റെ കാര്യത്തിൽ ലോ ഓഫ് ഡിമാൻഡ് വർക്ക് ചെയ്യില്ല. അപ്പൊ എന്താണ് ഗിഫൻ ഗുഡ്സ്? ഞാൻ പറഞ്ഞു, വില കൂടിയ ഡിമാൻഡ് കൂടുകയും വില കുറഞ്ഞ ഡിമാൻഡ് കുറയുകയും ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ് ഗിഫൻ ഗുഡ്സ്. ഗിഫൻ ഗുഡ്സ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഫീരിയർ ഗുഡ്സ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഫീരിയർ ഗുഡ്. എന്താ ഇൻഫീരിയർ ഗുഡ്? ഇൻഫീരിയർ ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫീരിയർ ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താ? വരുമാനം കൂടുന്തോറും ഡിമാൻഡ് കുറയുന്ന പ്രോഡക്റ്റുകളാണ് എന്ത് പറയുക? ഇൻഫീരിയർ ഗുഡ്. പറഞ്ഞ എന്താണ് ഇൻഫീരിയർ ഗുഡ്? സാറിന്റെ വരുമാനം കൂടിയാൽ എന്ത് കുറയും? ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഡക്റ്റുകളുടെ ഡിമാൻഡ് കുറയും. ഫോർ എക്സാമ്പിൾ, സാറിന് 500 രൂപ വരുമാനം ഉണ്ടായിരുന്നു. അപ്പൊ സാറ് 50 രൂപയുടെ പവിഴം റൈസ് മേടിച്ച് അരി വെച്ച് കഴിക്കും, ചോറ് വെച്ച് കഴിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. പെർ ഡേ സാറിന് പെർ ഡേ ഒരു 5000 റുപ്പീസ് ആയി വരുമാനം. അപ്പൊ സ്വാഭാവികമായിട്ടും സാർ എന്ത് ചെയ്യും? ഒരു 100 രൂപയുടെ ഈ തവിടൊക്കെ ഉള്ള പെർ kg 100 രൂപയുടെ തവിടൊക്കെ ഉള്ള അരി മേടിച്ച് കഞ്ഞി വെച്ച് കഴിക്കും, ചോറ് വെച്ച് കഴിക്കും. ശരിയാണോ? അപ്പൊ ഒന്ന് നോക്കൂ, വരുമാനം കൂടിയപ്പോ സാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പവിഴം റൈസിന്റെ ഡിമാൻഡ് കുറഞ്ഞു. ഇങ്ങനെ വരുമാനം കൂടുന്തോറും എന്ത് ചെയ്യും? വരുമാനം കൂടുന്തോറും സാറിന്റെ ഏതെങ്കിലും ഗുഡ്സിന്റെ ഡിമാൻഡ് കുറഞ്ഞാൽ അത്തരം ഗുഡ്സുകളാണ് നമ്മൾ ഇൻഫീരിയർ ഗുഡുകൾ എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ഇൻകം കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ 500 പിന്നെ 5000, ഒരു പർട്ടിക്കുലർ ലെവൽ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് ഇൻകം കൂടിയാൽ സ്വാഭാവികമായിട്ട് ചില ഗുഡ്സുകളുടെയെങ്കിലും ഡിമാൻഡ് കുറയ്ക്കും. ഒരു കൺസ്യൂമറുടെ ബിഹേവിയർ ആണത്. അത്തരം ഗുഡ്സുകളെ വിളിക്കുന്ന പേരാണ് ഇൻഫീരിയർ ഗുഡ്. ഈ ഗിഫൻ ഗുഡ് ഒരു ഇൻഫീരിയർ ഗുഡാണ്. ഗിഫൻ ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫീരിയർ ഗുഡാണ്. എന്ന് പറഞ്ഞാൽ വെരി പുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ പുവർ ആയിട്ടുള്ള ആൾക്കാർ മേടിക്കുന്ന അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുന്ന ഗുഡ്സുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് പറയുക? ഈ ഗിഫൻ ഗുഡ്സുകൾ എന്ന് പറയും. മനസ്സിലായോ? അപ്പോ ഇവിടെ ഗിഫൻ ഗുഡ്സ് ഒരു ഇൻഫീരിയർ ഗുഡാണ്. പക്ഷേ എല്ലാ ഇൻഫീരിയർ ഗുഡുകളും ഗിഫൻ ഗുഡ്സുകളല്ല. എല്ലാ ഗിഫൻ ഗുഡ്സും എന്താണ്? ഇൻഫീരിയർ ഗുഡാണ്. എല്ലാ ഗിഫൻ ഗുഡും എന്താണ്? ഇൻഫീരിയർ ഗുഡാണ്. എല്ലാ ഗിഫൻ ഗുഡും എന്താണ്? ഓൾ ഗിഫൻ ഗുഡ്സ് ആർ ഇൻഫീരിയർ ഗുഡ്. പക്ഷേ എല്ലാ ഇൻഫീരിയർ ഗുഡും എന്തല്ല? ഗിഫൻ അല്ല. അപ്പൊ ഗിഫൻ എന്തോ പ്രത്യേകതയുണ്ട്. മനസ്സിലായോ? അപ്പോ ഇൻഫീരിയർ ഗുഡ് മനസ്സിലായി. വരുമാനം കൂടിയാൽ ഡിമാൻഡ് കുറയുന്ന ചില ഗുഡ്സുകളെ വിളിക്കുന്ന പേരാണ് ഇൻഫീരിയർ ഗുഡ്സ്. എന്ന് പറഞ്ഞാൽ വെരി പുവർ പേഴ്സൺസ് അല്ലെങ്കിൽ പുവർ പേഴ്സൺസ് ഉപയോഗിക്കുന്ന ഗുഡ്സ്. ക്ലിയർ ആണോ? അപ്പോ എല്ലാ ഗിഫൻ ഗുഡ്സും എന്താണ്? ഇൻഫീരിയർ ഗുഡുകളാണ്. പക്ഷെ ഇൻഫീരിയർ ഗുഡിന്റെ കാറ്റഗറി വരുന്ന എല്ലാ ഗുഡ്സുകളും എന്താവണമെന്നില്ല? ഗിഫൻ ഗുഡ്സ് ആവണമെന്നില്ല. അപ്പൊ ഗിഫൻ ഗുഡ്സിന് എന്തുണ്ട്? ചില പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ട് ഗിഫൻ ഗുഡ്സ് എന്ന ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് സർ റോബർട്ട് ഗിഫൺ. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? സർ റോബർട്ട് ഗിഫൺ. എന്താണ് ഗിഫൻ ഗുഡ്സ്? എന്താണ് റോബർട്ട് ഗിഫൺ ഗിഫൻ ഗുഡ്സിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എസെൻഷ്യൽ ഗുഡ്സിന്റെ കാര്യത്തിൽ, അതായത് മോസ്റ്റ് നീഡി ഗുഡ്സിന്റെ കാര്യത്തിൽ, എസെൻഷ്യൽ ഗുഡ്സ് എന്ന് പറയുന്നത് ആഹാരം കഴിച്ച് ജീവിക്കാൻ പറ്റുന്ന ഈ റൈസ്, ബജ്റ, മീറ്റ് ഇങ്ങനെ തുടങ്ങിയ ഗുഡ്സുകളാണ് നമുക്ക് എസെൻഷ്യൽ ഗുഡ്സിന്റെ വിഭാഗത്തിൽ പെടുത്താം. ഇങ്ങനെ ഈ എസെൻഷ്യൽ ഗുഡ്സിന് നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂട്ടുകൾ കുറവായിരിക്കും. പുവർ പേഴ്സൺസിനെ സംബന്ധിച്ച് ഈ ഗിഫൻ ഗുഡ്സ് മോസ്റ്റ്ലി ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് പുവർ പേഴ്സൺസ്. ഈ പുവർ പേഴ്സൺസിന്റെ കാര്യത്തിൽ, എസെൻഷ്യൽ ഗുഡ്സിന്റെ കാര്യത്തിലായിക്കൊള്ളട്ടെ, ഈ പുവർ പേഴ്സൺസിന്റെ കാര്യത്തിൽ, എസെൻഷ്യൽ ഗുഡ്സിന്റെ കാര്യത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് കുറവായിരിക്കും. ഫോർ എക്സാമ്പിൾ, അവർ ഉപയോഗിക്കുന്ന റൈസ് ആയിരിക്കാം, വീറ്റ് ആയിരിക്കാം, അവർ മീറ്റ് ഉപയോഗിക്കാം,
പിന്നെ ബജ്റ ഉപയോഗിക്കാം. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കാം അവരെന്ത് ചെയ്യണേ, അവരുടെ എസെൻഷ്യൽ ഗുഡായിട്ട് അവർ ഉപയോഗിക്കുക. ഈ എസെൻഷ്യൽ ഗുഡ്സുകളിൽ തന്നെ സപ്പോസ് സാർ പരിഗണിക്കുന്നു ബ്രെഡ്, റൈസ്, മീറ്റ്. ഇതിന് ഈ സാധനങ്ങളുടെ വില ബജ്റയ്ക്ക് സപ്പോസ് 10 റുപ്പീസ്, റൈസിന് 11 റുപ്പീസ്, മീറ്റിന് 20 റുപ്പീസ് ആണെന്ന് ഇരിക്കട്ടെ. അപ്പോ സാർ ഇത് മൂന്നും ഒരു നിശ്ചിത പ്രപ്പോർഷനിൽ സാർ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നിശ്ചിത പ്രപ്പോർഷനിൽ സാർ ഇത് മൂന്നും മേടിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഈ സാധനങ്ങളുടെയൊക്കെ വില കൂടി. എന്ത് ചെയ്തു? കൂടി. അപ്പോ സാർ ഇതില് ബ്രെഡും റൈസും ആണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്ന രണ്ട് സാധനങ്ങൾ. അപ്പോ ബ്രെഡിന്റെയും റൈസിന്റെയും സപ്പോസ് വില, അല്ലെങ്കിൽ ബ്രെഡിന്റെ, അല്ലെങ്കിൽ ഇപ്പൊ റൈസ് ആണ് സാറിന് ഇഷ്ടം, റൈസിന്റെ വില കൂടിയെന്നിരിക്കട്ടെ. എനിക്കൊരു നിശ്ചിത ഇൻകം ഉണ്ട്, റൈസിന്റെ വില കൂടി. അപ്പോ റൈസ് ആണ് എന്താണ്, ഒരു സെക്കൻഡ് യെസ്, നോക്കൂ. അപ്പൊ നമ്മൾ ഗിഫൻ ഗുഡ്സിന്റെ കാര്യം, ഇവിടെ കറണ്ട് പോയായിരുന്നേ. അപ്പോ ഗിഫൻ ഗുഡ്സിന്റെ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഗിഫൻ ഗുഡ്സുകൾ എല്ലാം തന്നെ ഇൻഫീരിയർ ഗുഡ്സ് ആണ്. പക്ഷെ എല്ലാ ഇൻഫീരിയർ ഗുഡ്സുകളും എന്തല്ല എന്ന് പറഞ്ഞു? ഗിഫൻ ഗുഡ്സുകളല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗിഫൻ ഗുഡ്സിന് ചില പ്രത്യേകതകളുണ്ടെന്ന് പറഞ്ഞു. ഗിഫൻ ഗുഡ്സ് എന്ന ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാരാണ്? റോബർട്ട് ഗിഫൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ എക്കോണമിസ്റ്റ് ആണ് എന്ത് ചെയ്തത്? ഈ ഗിഫൻ ഗുഡ്സുകൾ എന്ന ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഈ ഗിഫൻ ഗുഡ്സിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കൂടും. ക്ലിയർ? അപ്പോ അതിന് ഞാൻ രണ്ടാമത് പറഞ്ഞ ആശയം എന്താണ്? രണ്ടാമത് പറഞ്ഞു, ഇതിന് മോസ്റ്റ് നീഡി ഗുഡ്സുകൾ, അല്ലെങ്കിൽ നെസസിറ്റീസ് ഗുഡ്സുകളായിരിക്കും, എസെൻഷ്യൽ ഗുഡ്സുകളായിരിക്കും ഇതെന്ന് പറയുന്നത്. മൂന്നാമത്തെ ആശയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സബ്സ്റ്റിറ്റ്യൂട്ട്സ് കുറവായിരിക്കും. 4, പുവർ പേഴ്സൺസ് ആയിരിക്കും ഇത് കൺസ്യൂം ചെയ്യും. ഒന്നാമത് സാർ പറഞ്ഞു, പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കുറയും. പ്രൈസ് കൂടിയാൽ ഡിമാൻഡും കൂടും. അത്തരം ഗുഡ്സുകളാണ് ഗിഫൻ ഗുഡ്സ്. ഇതൊരു ഇൻഫീരിയർ ഗുഡാണ്. എല്ലാ ഇൻഫീരിയർ ഗുഡും ഗിഫൻ ഗുഡ്സുകളല്ല. അതുകൊണ്ടാണ് ഗിഫൻ ഗുഡ്സിന് ചില പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് എസെൻഷ്യൽ ഗുഡാണ്. രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് കുറവാണ്. സബ്സ്റ്റിറ്റ്യൂട്ടുകൾ എന്താണ്? വളരെ കുറവുകളാണ്. അപ്പോൾ അതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ബ്രെഡും റൈസും രണ്ട് സാധനങ്ങൾ ഞാൻ പറയുന്നു, എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറയാം. ഒന്നേ ബ്രെഡ് കഴിക്കും, അല്ലെങ്കിൽ ചോറ് കഴിക്കും. മനസ്സിലായോ? അപ്പോ ഇതിൽ ബ്രെഡും റൈസും നോക്കുമ്പോൾ, മീറ്റും കൂടെ എക്സാമ്പിൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ ആൽഫ്രഡ് മാർഷൽ മീറ്റിന്റെയും ബ്രെഡിന്റെയും എക്സാമ്പിൾ വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ അത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ബ്രെഡും റൈസും തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ രണ്ടും നമ്മൾ റൈസിന് പകരം ഒന്നേ ബ്രെഡ് കഴിക്കും, അല്ലെങ്കിൽ തിരിച്ചും ചെയ്യാം. അപ്പോ ഈ ബ്രെഡും റൈസും വെച്ച് നോക്കുമ്പോൾ ബ്രെഡ് സുപ്പീരിയർ ആണ്, റൈസ് ചീപ്പറാണ്. ശരിയല്ലേ? അപ്പോ ഞാൻ പറഞ്ഞു, ഈ ഗിഫൻ ഗുഡ്സ് സാധാരണ നിലനിൽക്കുന്നത് പുവർ പേഴ്സൺസിന്റെ ഇടയിലാണ്. ശരിയാണല്ലോ? പുവർ ഓർ വെരി പുവർ പേഴ്സൺസിന്റെ ഇടയിലാണ്. ഒരു പുവർ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ബ്രെഡ് സുപ്പീരിയർ ആണ്, എന്നാൽ റൈസ് എന്താണ്? ചീപ്പറാണ്. അപ്പോ സപ്പോസ് സാർ ഒരു പുവർ പേഴ്സൺ ആണ്, സാറിന്റെ 200 രൂപ വരുമാനമുണ്ട്. പെർ ഡേ 200 രൂപ വരും, അല്ലെങ്കിൽ പെർ മന്ത് 200 രൂപ വരുമാനമുണ്ട്. ഞാന് റൈസ് 5 രൂപ കൊടുത്താൽ എനിക്ക് പെർ kg കിട്ടും. ഇനി ബ്രെഡ് ആണെങ്കിൽ സാറിന് 10 രൂപ കൊടുക്കണം. അപ്പൊ എന്റെ കൺസംഷൻ പാറ്റേൺ ഇങ്ങനെയാണ്. എൻ്റെ ആകെ 200 രൂപ ഉള്ള. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇത് രണ്ടും കൂടെ 30 കിലോ മേടിച്ചാലേ എനിക്ക് ഒരു മാസം എനിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ സാർ എന്ത് ചെയ്യും? റൈസ് സപ്പോസ് ഒരു 20 kg വാങ്ങും. 20 ഇൻറ്റു, ഞാൻ റൈസിന് എത്ര രൂപ എന്ന് പറഞ്ഞാൽ 5 റുപ്പീസ്. അപ്പൊ എത്ര? 100 റുപ്പീസ് അതിന് ചിലവാകും. ആകെ എൻ്റെ 200 രൂപയുണ്ട്. ഇനി 100 രൂപ ബാക്കിയുണ്ട്. ഈ 100 രൂപയിൽ എന്ത് ചെയ്യും? ബാക്കി 10 കിലോ, എനിക്ക് 30 കിലോ വേണ്ടത്, 20 കിലോ റൈസ് മേടിച്ചു, ബാക്കി 10 കിലോ ബ്രെഡ് മേടിക്കും. 10 ഇൻറ്റു ബ്രെഡിന്റെ വില ഞാൻ പറഞ്ഞു 10 രൂപയാണ്. എത്രയായി? 100 ആയി. അപ്പോൾ എൻ്റെ 200 റുപ്പീസ് മീറ്റ് ചെയ്യപ്പെട്ടു. 30 കിലോ എനിക്ക് സഫിഷ്യന്റ് ആയിട്ട് കിട്ടുന്നു, 200 രൂപ ചെലവഴിക്കുന്നു. എന്റെ മന്ത്ലി ഇൻകം 200 രൂപയേ ഉള്ളൂ. മനസ്സിലായോ? പെട്ടെന്ന് രണ്ടിന്റെയും വില കൂടിയെന്നിരിക്കും. റൈസിന്റെ വില
സപ്പോസ് എത്രയായിരിക്കട്ടെ, നമുക്ക് ഒരു 6 rupees ആയെന്നിരിക്കട്ടെ, 5-ൽ നിന്ന് 6 ആയി. ബ്രെഡിന്റെ വിലയും 10-ൽ നിന്ന് 12 ആയെന്നിരിക്കട്ടെ, 10-ൽ നിന്ന് 12 ആയെന്നിരിക്കട്ടെ. അപ്പൊ സ്വാഭാവികമായിട്ടും വില കൂടി. അപ്പൊ വില കൂടുമ്പോൾ രണ്ടിന്റെ വില കൂടി. അപ്പൊ വില കൂടുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ റൈസ് ഇപ്പൊ ബ്രെഡിന്റെയും വില അല്ലെങ്കിൽ ബ്രെഡിന്റെ വില കൂടിയില്ല, അങ്ങനെ എത്തിക്കട്ടെ, നിങ്ങൾ ഇങ്ങനെ നാസ്യം ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ അവിടെ വീണ്ടും സംശയം വരും. ബ്രെഡിന്റെ വില 10 തന്നെ, റൈസിന്റെ വില കൂടി. ഒരു ചീപ്പർ ഗുഡ്, ചീപ്പർ ഗുഡ് എന്ന് പറയുന്നത് തമ്മിൽ ചീപ്പർ ഗുഡ് എന്ന് പറയുന്ന റൈസ് അല്ലേ. അപ്പൊ റൈസ് എന്ന് പറയുന്ന ഒരു ഇൻഫീരിയർ ഗുഡിന്റെ വില കൂടി, അങ്ങനെ തന്നെ പരിഗണിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അപ്പൊ ബ്രെഡിന്റെ വില 10 തന്നെ, ബ്രെഡ് ഒരു സുപ്പീരിയർ ഗുഡാണ്, അതിന് പ്രത്യേകിച്ച് മാറ്റമില്ല, 10 rupees തന്നെ. റൈസിന്റെ പ്രൈസ് ചീപ്പർ ഗുഡായ ഇൻഫീരിയർ ഗുഡായ റൈസിന്റെ പ്രൈസ് എന്ത് ചെയ്തു? ഒരു 5-ൽ നിന്ന് 6 rupees ആയിട്ട് കൂടി. അപ്പോ ഞാൻ നേരത്തെ പോലെ 30 കിലോ എനിക്ക് വേണം, കൺസംഷൻ കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ 20 kg റൈസ് മേടിക്കണമെങ്കിൽ സാറിന് 6 × 20 120 rupees കൊടുക്കണം. പിന്നെ ബാക്കി 10 kg ബ്രെഡ് മേടിക്കണമെങ്കിൽ 10 × 10 100 rupees. എൻ്റെ ഒരു 200 രൂപയുള്ളൂ, ഇപ്പൊ 220 രൂപയായി. ഇങ്ങനെ വാങ്ങുകയാണെങ്കിൽ അപ്പൊ സാർ എന്ത് ചെയ്യും? സാറ് ഈ സുപ്പീരിയർ ഗുഡ് ആയിരിക്കുന്ന ബ്രെഡിന്റെ കൺസംഷൻ കുറയും. അത് 5 കിലോ മേടിക്കും. അപ്പൊ 5 × 10 എത്രയായി? 50 രൂപ അതിൽ പോയുള്ളൂ. ബാക്കി എത്ര രൂപയുണ്ട്? 150 രൂപയുണ്ട്. ഈ 150 രൂപയ്ക്ക് സാർ എന്ത് ചെയ്യും? 25 കിലോ, നേരത്തെ 20 ആയിരുന്നു റൈസ്, അത് 5-ൽ നിന്ന് 6 ആയിട്ട് കൂടി. സാർ എന്ത് ചെയ്തു? 20-ൽ നിന്നും 25 ആയി. സാർ എന്ത് ചെയ്തു? റൈസിന്റെ ഡിമാൻഡ് കൂടി. മനസ്സിലായോ? ഇങ്ങനെ ഉള്ള ഗുഡ്സുകളെ, അതായത് പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കൂടും, ഇങ്ങനെയുള്ള ഗുഡ്സുകളെ, അങ്ങനെയുള്ള ഇൻഫീരിയർ ഗുഡ്സിനെ വിളിക്കുന്ന പേരാണ് ഗിഫൻ ഗുഡ്സുകൾ എന്ന് പറയും. മനസ്സിലായോ? ഇൻഫീരിയർ ഗുഡ്സിന്റെ പ്രത്യേകത എന്താണ്? ഇൻകം കൂടിയാൽ ഡിമാൻഡ് കുറയുന്ന ഗുഡ്സുകളാണ്. മനസ്സിലായോ? പക്ഷെ ഇവിടെ സാർ ഇൻകം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ് പഠിച്ചു, എങ്കിലും എന്ത് ചെയ്തു? ഇവിടെ പ്രൈസ് കൂടിയിട്ട് കൂടി സാർ എന്ത് ചെയ്തു? അതിന്റെ ഡിമാൻഡ് കൂട്ടി. പ്രൈസ് കൂടിയിട്ടും ഒരു ഇൻഫീരിയർ ഗുഡായ, ഒരു ചീപ്പർ ഗുഡായ റൈസിന്റെ ഡിമാൻഡ് കൂടി, 20-ൽ നിന്നും 25 ആയി കൂടി. അങ്ങനെയുള്ള ഗുഡ്സുകളെ, അതായത് എസെൻഷ്യൽ ഗുഡ്സിന്റെ പ്രൈസ് കൂടിയാൽ അത് അവർക്ക് വേണം, വീണ്ടും വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൈസ് കൂടിയാലും അവർ കൂടുതൽ മേടിക്കും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ കാര്യം, വെരി പുവർ പേഴ്സൺസ്, അങ്ങനെ അവരുടെ ഒരു വ്യൂവിൽ നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെയുള്ള ഗുഡ്സുകൾ വിളിക്കുന്ന പേരാണ് ഗിഫൻ ഗുഡ്സ്. പക്ഷെ നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് എന്താ പറഞ്ഞേ? പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കൂടും. പക്ഷെ ഗിഫൻ ഗുഡ്സിന്റെ കാര്യത്തിൽ അത് വർക്കല്ല. ഇപ്പൊ ഗിഫൻ ഗുഡ്സ് എന്ന ആശയം ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? സർ റോബർട്ട് ഗിഫൺ. എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലായോ? എന്താണ്? പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കൂടും. എപ്പോഴാ പ്രൈസ് ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലായി അല്ലെ? എസെൻഷ്യൽ ഗുഡ്സിന്റെ കാര്യത്തിലാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് വളരെ കുറവായിട്ടുള്ള ഗുഡ്സിന്റെ കാര്യത്തിലാണ്. ഇപ്പോൾ ഒരു പണക്കാരനെ സംബന്ധിച്ച് ഒരുപാട് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, പക്ഷെ ഒരു പാവപ്പെട്ടെ സംബന്ധിച്ച് അവന്റെ ഒരു എസെൻഷ്യൽ ഗുഡ്സിന്റെ എക്സാമ്പിൾ പറയാൻ ശ്രമിച്ചാൽ ബ്രെഡും റൈസും ആണ്, അല്ലെങ്കിൽ വീറ്റും ആണ്. നമുക്കിപ്പോൾ സാർ റൈസ് എടുത്തേ, അപ്പോൾ ബ്രെഡും റൈസും നോക്കുമ്പോഴത്തേക്കും ചീപ്പർ റൈസ് ആണ്, ബ്രെഡ് എന്താ? കുറച്ച് സുപ്പീരിയർ ആണ്. അപ്പോൾ റൈസ് ആയിരിക്കും കൂടുതൽ മേടിക്കാൻ ശ്രമിക്കുക, അവന്റെ ഇൻകവും ലിമിറ്റഡ് ആണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള ഗുഡ്സുകളെ വിളിക്കുന്ന പേരാണ് ഗിഫൻ ഗുഡ്സ്. അപ്പൊ എല്ലാ ഗിഫൻ ഗുഡ്സും ഇൻഫീരിയർ ഗുഡാണ്. ഇൻഫീരിയർ റൈസ് പോലെ, വീറ്റ് പോലെ ഇൻഫീരിയർ ഗുഡാണ്. പക്ഷെ എല്ലാ ഇൻഫീരിയർ ഗുഡ് എന്തല്ല? ഗിഫൻ ഗുഡ്സുകൾ അല്ല. നമ്മൾ ഒരു പണക്കാരനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും ബ്രെഡ് എന്താണ്? ഒരു ഇൻഫീരിയർ ഗുഡാണ്. അപ്പൊ എല്ലാ ഇൻഫീരിയർ ഗുഡുകളും എന്തല്ല? ഗിഫൻ ഗുഡ്സുകൾ അല്ല. മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി വെബ്ലൻ ഗുഡ്സ്. വെബ്ലൻ ഗുഡ്സിന്റെ കാര്യത്തിലും എന്തല്ല, എന്ത് വർക്കല്ല? നമ്മുടെ വെബ്ലൻ ഗുഡ്സിന്റെ കാര്യത്തിലും എന്ത് വർക്കല്ല? ലോ ഓഫ് ഡിമാൻഡ് വർക്കല്ല. ഈ വെബ്ലൻ ഗുഡ്സ് എന്ന് പറയുന്ന ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്തത് വെബ്ലൻ. മനസ്സിലായോ? വെബ്ലൻ എന്ന് പറയുന്ന ഒരു എക്കോണമിസ്റ്റ് ആണ് വെബ്ലൻ ഗുഡ്സ് എന്ന ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്താണ് വെബ്ലൻ ഗുഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലക്ഷറി ഗുഡ്സിന്റെ കാര്യത്തിലാണ് വെബ്ലൻ പറഞ്ഞത്. എന്താ വെബ്ലൻ ഗുഡ്സ്, ലക്ഷറി ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വരുമാനം കൂടിയാൽ, ഇൻകം കൂടിയാൽ ഡിമാൻഡ് കൂടും. ഫോർ എക്സാമ്പിൾ, എന്റെ വരുമാനം മന്ത്ലി ഒരു 30,000 rupees ആണ്. അപ്പോഴത്തേക്കും സാർ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? 1 gram ഗോൾഡ് 10,000 rupees കൊടുത്ത് മേടിക്കും.
എന്റെ വരുമാനം ഒരു 1,00,000 rupees ആയി. അപ്പൊ ഞാൻ 1 പവൻ വെച്ചിട്ട് സാർ എന്ത് ചെയ്യും? ഗോൾഡ് മേടിക്കും എന്ന് പറഞ്ഞാൽ 8 ഗ്രാം മേടിക്കും. മനസ്സിലായോ? അപ്പോ വരുമാനം കൂടുന്തോറും ഡിമാൻഡ് കൂടുന്ന ഗുഡ്സുകളെ വിളിക്കുന്ന പേരാണ് വെബ്ലൻ. വെബ്ലൻ മനസ്സിലായോ? വരുമാനം കൂടുന്തോറും ഡിമാൻഡ് കുറയുന്ന ഗുഡ്സുകളാണ് ഗിഫൻ. വരുമാനം കൂടുന്തോറും ഡിമാൻഡ് കൂടുന്ന സുപ്പീരിയർ ഗുഡ്സുകളാണ് ഏത്? വെബ്ലൻ ഗുഡ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സംശയമുണ്ടോ? ഈ വെബ്ലൻ ഗുഡ്സിന്റെ കാര്യത്തിൽ ഡിമാൻഡ് കർവ് ഞാൻ പറഞ്ഞു, വരുമാനം കൂടിയാൽ എന്ത് ചെയ്യും? വരുമാനം കൂടിയാൽ ഡിമാൻഡ് കൂടും. അതുപോലെ പ്രൈസ് കൂടിയാലും ഡിമാൻഡ് കൂടും. അങ്ങോട്ട് ഓർക്കുക. മനസ്സിലായോ? എന്താണ്? പ്രൈസ് കൂടുന്തോറും എന്ത് ചെയ്യും? ഡിമാൻഡും കൂടും. അതായത് അതൊരു സുപ്പീരിയർ ഗുഡ് ആയിരിക്കും. വെബ്ലൻ പറയുന്നത് എന്താണ്? ഗോൾഡ് പോലുള്ള സുപ്പീരിയർ ഗുഡ് ആയിരിക്കും. പ്രൈസ് സപ്പോസ് 1 ഗ്രാം ഗോൾഡിന് നേരത്തെ നമുക്കറിയാം ഒരു 5,000 rupees ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അത് 8, 9 ഒക്കെ എത്തി. ശരിയല്ല? 8 ഒക്കെ എത്തി. അപ്പോ ഇനി വില കൂടിയായിരുന്നാലും എന്ത് ചെയ്യും? ഗോൾഡിന്റെ ഡിമാൻഡ് കൂടിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? കാരണം അതൊരു പ്രസ്റ്റീജ് ഗുഡാണ്, അതൊരു സുപ്പീരിയർ ഗുഡാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ അതൊരു വെബ്ലൻ ഗുഡാണെന്ന് പറയും. മനസ്സിലായോ? സംശയമുണ്ടോ? അപ്പൊ പ്രൈസ് കൂടിയാലും ഡിമാൻഡ് കൂടും. മനസ്സിലായോ? അങ്ങനെയുള്ള സുപ്പീരിയർ ഗുഡുകളെ വിളിക്കുന്ന പേരാണ് വെബ്ലൻ ഗുഡ്സ്. ഈ ആശയം പറഞ്ഞതാരാണ്? തിയോസ്റ്റൻ വെബ്ലൻ എന്ന് പറയുന്ന ഒരു എക്കോണമിസ്റ്റ് ആണ്. മനസ്സിലായോ? വെബ്ലൻ ഗുഡ്സ് ആർ ലക്ഷറി ഗുഡ്സ് വിച്ച് ഡിമാൻഡ് ഇൻക്രീസസ് ആസ് പ്രൈസ് ഇൻക്രീസസ്. ക്ലിയർ? അപ്പോ അതുകൊണ്ട് തന്നെ നോക്കൂ, പ്രൈസ് കൂടി ഡിമാൻഡും കൂടി. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് കർവ് എന്താണ്? അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. മനസ്സിലായോ? ഗിഫൻ ഗുഡ്സിന്റെ കാര്യത്തിൽ എന്താണ്? ഡിമാൻഡ് കർവ് അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. കാരണം പ്രൈസ് കൂടിയാൽ, ഒരു ഇൻഫീരിയർ ഗുഡിന്റെ പ്രൈസ് കൂടിയാൽ അതിന്റെ ഡിമാൻഡ് കൂടും. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് പ്രൈസ് കൂടി ഡിമാൻഡ് കൂടി. സോ ഡിമാൻഡ് കർവ് എന്താണ്? ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡയറക്റ്റ് ആണ്. സോ ഡിമാൻഡ് കർവ് എന്താണ്? അപ്വേർഡിങ് ആണ്. മനസ്സിലായോ? ഇനി വെബ്ലൻ ഗുഡ്സിന്റെ കാര്യത്തിലും ഒരു സുപ്പീരിയർ ഗുഡിന്റെ പ്രൈസ് കൂടിയാലും ഡിമാൻഡും കൂടും. മനസ്സിലായോ? ഈ ആശയം പറഞ്ഞത് വെബ്ലൻ ആണ്. മനസ്സിലായോ? അദ്ദേഹം ഈ ആശയത്തെ വിളിച്ച പേരാണ് കോൺഷിപ്പിയസ് കൺസംഷൻ. എന്താ വിളിക്കണേ? കോൺസ്പിഷ്യസ് കൺസംഷൻ. എന്താ വിളിക്കുക? കോൺസ്പിഷ്യസ് കൺസംഷൻ. മനസ്സിലായോ? വളരെ മറക്കരുത്. കോൺസ്പിഷ്യസ് കൺസംഷൻ എന്ന ആശയം ആരുടെയാണ്? വെബ്ലൻ ഗുഡ്സ്. ഗിഫൻ ഗുഡ്സ്, വെബ്ലൻ ഗുഡ്സിന്റെ കാര്യം അല്ലെങ്കിൽ തിയോസ്റ്റൻ വെബ്ലൻ എന്ന് പറഞ്ഞ എക്കോണമിസ്റ്റ് ആണ് കോൺഷിപ്പിയസ് കൺസംഷൻ എന്ന ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മറക്കണ്ട. എന്താണ് കോൺഷിപ്പിയസ് കൺസംഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? ബൈ തിങ്സ് ടു ഷോ വെൽത്ത് ഓർ സ്റ്റാറ്റസ്. മനസ്സിലായോ? വെൽത്തിനെയോ അല്ലെങ്കിൽ സ്റ്റാറ്റസിനെയോ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വാങ്ങലുകൾ. മനസ്സിലായോ? എനിക്ക് നല്ല സമ്പത്തുണ്ട്, അപ്പൊ സാറ് എന്ത് ചെയ്യും? നല്ല ബ്രാൻഡഡ് ആയ ഷർട്ട് ഇട്ടുകൊണ്ടേ നടക്കത്തു. മനസ്സിലായോ? അപ്പൊ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള ഗുഡ്സുകളെ വിളിക്കുന്ന പേരാണ് വെബ്ലൻ ഗുഡ്സ്. അപ്പൊ അങ്ങനെയുള്ള കൺസംഷനെ, കൺസ്യൂമേഴ്സിന്റെ കൺസംഷൻ, അങ്ങനെ ഒരു കൺസംഷൻ ബിഹേവിയർ അല്ലെങ്കിൽ കൺസംഷൻ പാറ്റേണിനെ വിളിച്ച പേരാണ്, വെബ്ലൻ വിളിച്ച പേരാണ് കോൺഷിപ്പിയസ് കൺസംഷൻ. പറഞ്ഞേ, കോൺഷിപ്പിയസ് കൺസംഷൻ. ലക്ഷറി ഗുഡ്സിന്റെ കാര്യത്തിലാണ് അത്. സോ പ്രൈസ് കൂടിയാലേ അവൻ ആ ഷർട്ട് ധരിക്കരുത്. അപ്പൊ വില കൂടുതലുള്ള ഷർട്ട് ധരിക്കാനാണ് അവൻ ഇഷ്ടം. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള കൺസംഷൻ പാറ്റേൺ ഉണ്ടെങ്കിൽ ആ കൺസംഷൻ പാറ്റേൺ വിളിക്കുന്ന പേരാണ് കോൺഷിപ്പിയസ് കൺസംഷൻ. ഈ ആശയം പറഞ്ഞത് വെബ്ലൻ ആണ്. ക്ലിയർ? ഈ വെബ്ലൻ ഗുഡ്സിന്റെ കാര്യത്തിലാണ് ഇത് പ്രാധാന്യം അർഹിക്കുക. നോക്കൂ, ഒന്ന് കമ്പയർ ചെയ്യാം. ഗിഫൻ ഗുഡ് ഇൻഫീരിയർ ഗുഡ് ആണ്, വെബ്ലൻ ഗുഡ് ലക്ഷറി ഗുഡ് ആണ് പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രൈസ് കൂടിയാൽ ഡിമാൻഡും കൂടും, കാരണം പോവർട്ടി ആണ്. ശരിയല്ലേ? ബ്രെഡും റൈസും ചീപ്പർ ഏതാ? റൈസ് ആണ്. വില കൂടിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മേടിക്കുക റൈസ് ആയിരിക്കും. ചീപ്പർ ഗുഡ് ആയി, ഇൻഫീരിയർ ഗുഡ് ആയിട്ടുള്ള എന്തായി? റൈസ് തന്നെ. അപ്പൊ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡും കൂടും. അത് കാരണം പോവർട്ടി ഉള്ളതാണ്. ഇനി വെൽബൺ ഗുഡ്സിന്റെ കാര്യത്തിൽ പ്രൈസ് കൂടിയ ഡിമാൻഡ് കൂടും, കാരണം ഡ്യൂ ടു സ്റ്റാറ്റസ്. വില കൂടുമ്പോൾ സാധനങ്ങൾ ധരിച്ചുകൊണ്ട് നടക്കുക, അല്ലെ? ഓർണമെന്റ്സ് ധരിച്ചുകൊണ്ട് നടക്കുക. അപ്പൊ അതെന്താണ്? സ്റ്റാറ്റസ് ആണ്. ഇനി ഗിഫൻ ഗുഡ്സിന്റെ കാര്യത്തിൽ നെസസിറ്റി ബേസ്ഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നടക്കുക. എന്നാൽ ഇവിടെയാണെങ്കിലോ സ്റ്റാറ്റസ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു കൺസംഷൻ ആണ് നടക്കുക. ഇനി കോമൺ എക്സാമ്പിൾ റൈസ്, ബ്രെഡ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി ഡിസൈനർ ഗുഡ്സും ലക്ഷറി കാറും വാച്ചും ഗോൾഡും ഒക്കെ വെബ്ലൻ ഗുഡ്സിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഇനി ബാൻഡ് വാഗൺ എഫക്ട്. എന്താ ബാൻഡ് വാഗൺ എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ വിശദമായിട്ട് നമ്മൾ പഠിക്കും. ബാൻഡ് വാഗൺ, സ്നോബ് എഫക്റ്റുകളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും? വിശദമായിട്ട് നമ്മൾ പഠിക്കും. ഞാനത് ക്ലാസ് ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് തരാം അത്. അപ്പോൾ എനിക്കത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡും കൂടെ പഠിച്ചതിന് ശേഷം മാത്രം ബാൻഡ് വാഗൺ ഞാൻ തരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ബാൻഡ് വാഗൺ എഫക്ട്. ബാൻഡ് വാഗൺ എഫക്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു സൈക്കോളജിക്കൽ ഫിനോമിനൻ ആണ്.
വേർ പീപ്പിൾ ഡു സംതിങ് പ്രൈമർലി ബിക്കോസ് അതേഴ്സ് ആർ ഡൂയിങ് ഇറ്റ്. അല്ലെ, മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് ഞാനും ചെയ്യും. അവിടെ ലോ ഓഫ് ഡിമാൻഡ് ഓപ്പറേറ്റഡ് ആണോ? ലോ ഓഫ് ഡിമാൻഡ് ആരൊക്കെ തമ്മിലുള്ള റിലേഷൻ മാത്രമാണ്? പ്രൈസ് ആൻഡ് ഡിമാൻഡ്. ശരിയാണല്ലോ. അവിടെ ഇതാണ് ബാൻഡ് വാഗൺ എഫക്ട് എന്ന് പറയുക. മറ്റുള്ളവർ ചെയ്ത് കണ്ട് ഞാനും ചെയ്യാൻ ശ്രമിക്കും. മനസ്സിലായോ? സംശയം? ഇമിറ്റേഷൻ ക്ലിയർ ആണോ? ഇതിനെ വിളിക്കുന്ന പേരാണ് ബാൻഡ് വാഗൺ എഫക്ട്. അത് ആ ഒരു കാര്യത്തിലും ലോ ഓഫ് ഡിമാൻഡ് എന്ത് ചെയ്യില്ല? ഓപ്പറേറ്റ് ചെയ്യില്ല. ക്ലിയർ ആണോ? വെബ്ലം ഗുഡിന്റെ കാര്യത്തിൽ എന്തില്ല? ലോ ഓഫ് ഡിമാൻഡ് ഓപ്പറേറ്റ് ചെയ്യില്ല. ഇനി ഗിഫൻ ഗുഡ്സിന്റെ കാര്യത്തിൽ എന്തല്ല? ലോ ഓഫ് ഡിമാൻഡ് ഓപ്പറേറ്റ് ചെയ്യില്ല. ക്ലിയർ ആണോ? സംശയമുണ്ടോ? മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സംശയമുണ്ടോ? ഇല്ല. ഇനി ക്ലിയർ. അപ്പൊ ബാക്കിയൊക്കെ നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോവാം. എക്സംഷൻസ് പറയുമ്പോൾ ഗിഫൻ ഗുഡ്സ് പറഞ്ഞു, വെബ്ലം ഗുഡ്സ് പറഞ്ഞു, ഫ്യൂച്ചർ പ്രൈസ് ചേഞ്ചസ് ആർ നേരത്തെ പറഞ്ഞു തന്നു, ഇഗ്നോറൻസ് പറഞ്ഞു, എമർജൻസീസ്. ഇവിടെ ഒന്നും എമർജൻസീസ് ഒക്കെ ആണെങ്കിൽ അവിടെ പ്രൈസ് നോക്കില്ല, പ്രൈസ് കുറഞ്ഞാൽ തന്നെ കൂടുതൽ വാങ്ങുന്നൊന്നുമില്ല. എമർജൻസി ആണെങ്കിൽ പ്രൈസ് കൂടിയിരുന്നാലും വാങ്ങും. മനസ്സിലായോ? ഇനി ചേഞ്ചസ് ഇൻ ഫാഷൻ ടേസ്റ്റ്, എനിക്ക് ഇഷ്ടമാണെങ്കിൽ പ്രൈസ് കൂടിയിരുന്നാലും മേടിക്കും. മനസ്സിലായോ? പിന്നെ നെസസിറ്റീസ്, ആവശ്യങ്ങളുടെ കാര്യത്തിൽ മനസ്സിലായോ? അത് തന്നെ ആവശ്യം. ഒരു പ്രത്യേക ഒരു മരുന്ന് അത്യാവശ്യമാണ്, എന്ത് ചെയ്യും? അത് തന്നെ വില കൂടിയിരുന്നാൽ അത് തന്നെ വാങ്ങും. ഒരു ക്യൂമോയ്ക്കുള്ള മരുന്ന് അത് തന്നെ ഉപയോഗിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ അതൊരു കോൺഷ്യസ് നെസസിറ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് എന്ത് ചെയ്യും? വാങ്ങും. പിന്നെ ബാൻഡ് വാഗൺ എഫക്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, ഇമിറ്റേഷൻ. നമ്മൾ ഒന്നുമില്ല, എന്ത് ചെയ്യുന്നു? മറ്റൊരു ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ക്ലിയർ? അപ്പോൾ എനിക്ക് അത് തന്നെ വേണം, വില നോക്കില്ല, വില കൂടിയെന്ന് നമ്മൾ വാങ്ങും. അപ്പോൾ അവിടെ നിന്ന് ലോ ഓഫ് ഡിമാൻഡ് എന്ത് ചെയ്യുന്നില്ല? ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഇപ്പൊ ഗിഫൻ ഗുഡ്സ് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു, വെബ്ലം ഗുഡ്സ് നമ്മൾ പഠിച്ചു. പിന്നെ ബാൻഡ് വാഗൺ എഫക്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അതിന്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇന്ന് തന്നെ, അതിന്റെ മാത്രമല്ല ബാൻഡ് വാഗൺ എഫക്ട്, സ്നോബ് എഫക്ട് തുടങ്ങിയ ഈ എഫക്റ്റുകളുടെ വീഡിയോ ഇന്ന് തന്നെ നിങ്ങൾക്ക് അത് ക്ലാസ് ഇന്ന് തന്നെ തരാം. മനസ്സിലായോ? അപ്പോൾ അതുകൂടെ തരാം. പിന്നെ നമ്മുടെ ഏതാ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ് അടുത്ത ക്ലാസ്. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് ആണ്. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെപ്റ്റിറസ് പാരിബസ്. മറക്കരുത്, ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആൽഫ്രഡ് മാർഷൽ ആണ്. ക്ലിയർ ആണ്? ലോ ഓഫ് ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് ആണ്. ഇനി എക്സംഷൻ ഗിഫൻ ഗുഡ്സ്. ഈ ഗിഫൻ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻഫീരിയർ ഗുഡുകളാണ്. പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കൂടുന്ന ഇൻഫീരിയർ ഗുഡുകളാണ്. ഡിമാൻഡ് കർവ് എന്താണ്? അപ്വേർഡ് ആണ്. ഇതൊരു നോൺ ലക്ഷറി ഗുഡാണ്, ലോ ഇൻകം ഗുഡാണ്, പുവർ പേഴ്സൺസ് ഉപയോഗിച്ച് ചെയ്യുന്ന ഗുഡ്സ് ആണ്, മോസ്റ്റ് നെസസിറ്റി ഉള്ള അല്ലെങ്കിൽ എസെൻഷ്യൽ ഗുഡുകളാണ് ഈ ഗിഫൻ ഗുഡ്സുകൾ എന്ന് പറയുന്നത്. ഈ കാര്യത്തിൽ എന്ത് വർക്കല്ല? ലോ ഓഫ് ഡിമാൻഡ് വർക്കല്ല. ഇനി വെബ്ലം ഗുഡ്സ് പറഞ്ഞു, സുപ്പീരിയർ ഗുഡാണ്, പ്രസ്റ്റീജ് ഗുഡാണ്, കോൺഷ്യസ് കൺസംഷൻ ഉള്ള ഗുഡ്സുകളാണ്, സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഗുഡ്സുകളാണ്. മനസ്സിലായോ? ഇവിടെയൊന്നും ലോ ഓഫ് ഡിമാൻഡ് വർക്കല്ല. ഇതൊരു അപ്വേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവാണ് അവിടെ ഉള്ളത്. കമ്പയർ ചെയ്ത് പഠിച്ചു. ബാൻഡ് വാഗൺ എഫക്റ്റിന്റെ കാര്യത്തിലും ലോ ഓഫ് ഡിമാൻഡ് എന്തല്ല? വർക്കല്ല എന്ന് നമ്മൾ പഠിച്ചു. മനസ്സിലായെന്ന് വിചാരിക്കും. താങ്ക് യു.